മുണ്ടക്കൈയിൽ ഇന്നത്തെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഇടവിട്ട് പെയ്ത മഴ ദൗത്യത്തെ സാരമായി ബാധിച്ചു. സുർജിത്ത് അയ്യപ്പത്തിന്റെ റിപ്പോർട്ടിലേക്ക്. രക്ഷാപ്രവർത്തനം ഇന്നത്തെ പൂർത്തിയാക്കി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളെല്ലാം തന്നെ മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇരുൾ വീഴുന്നു, ഒപ്പം തന്നെ കനത്ത മഴപ്പെയ്ത്തും ഇടവിട്ട് ഈ മേഖലയിൽ ഉണ്ടാകുന്നു. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നത്. അതേസമയം ഇവിടേക്കുള്ള റോഡിന്റെ ഒരു ആക്സസ് അത് കൃത്യമായ രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഈ റോഡ് ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മുണ്ടക്കൈ ജംഗ്ഷനാണ്. KSRTC ബസ് എത്തുന്ന ആ മുണ്ടക്കൈ ജംഗ്ഷൻ. ഇത് നേരെ ഈ റോഡ് പോകുന്നത് ഈ എസ്റ്റേറ്റുകളിലേക്കാണ് ഈ റോഡ് പോകുന്നത്. ബസ് അവിടെ എത്തി തിരിക്കും, അവിടെ നിന്നും തിരിച്ചു പോകും. അതായത് ഇനിയിപ്പോൾ ആ ബെയിലി പാലം കൂടി യാഥാർത്ഥ്യമായ സാഹചര്യത്തിൽ ഇനി സുഗമമായ രീതിയിൽ തന്നെ ഇവിടേക്ക് ആളുകളെ എല്ലാം തന്നെ എത്തിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. ഇവിടേക്ക് പൂർണ്ണമായും ആളുകളെ കേന്ദ്രീകരിപ്പിക്കാൻ വേണ്ടി കഴിയും. രക്ഷാപ്രവർത്തകർക്ക് സുഗമമായി എത്താം, വാഹനങ്ങൾ എത്താം. അതോടൊപ്പം തന്നെ ഈ മറ്റു കാര്യങ്ങൾ, അതായത് ഈ യന്ത്ര സഹായം കൂടുതൽ ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടപടികൾ, ഇതെല്ലാം തന്നെ സാധ്യമാക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് നാളെ മുതൽ രാവിലെ സംഭവിക്കാൻ പോകുന്നതാണ്. കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ച് ഈ മേഖലയിൽ തെരച്ചിലിന് സജ്ജമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. ഇവിടേക്ക് നടക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ ചെളി നിറഞ്ഞ അന്തരീക്ഷമാണ് ഉള്ളത്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ പോലും കടക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഈ ജംഗ്ഷനാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷൻ. ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി എല്ലാം തന്നെ അടുത്തടുത്ത് ഉള്ള ഒരു ഭൂപ്രദേശമാണിത്. ബസ് സ്റ്റോപ്പ് ഉള്ള പ്രദേശം, വിവിധ സ്ഥാപനങ്ങളുള്ള, വിവിധ പാർട്ടികളുടെ ആസ്ഥാനങ്ങളുള്ള പ്രദേശം. അതായത് ഈ നാടിന്റെ പ്രധാനപ്പെട്ട നഗര കേന്ദ്രത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ തൊട്ടടുത്താണ്. ഇവിടെ നിന്നും തൊട്ട് മുകളിലാണ് ഈ പുഞ്ചിരി മട്ടം എന്ന് പറയുന്ന ഈ മേഖലയുള്ളത്. ആ പുഞ്ചിരിമട്ടം മേഖലയിൽ നിന്നാണ് ഉരുൾ പൊട്ടി ഒലിച്ച് ഇവിടേക്ക് പതിച്ചിരിക്കുന്നത്. എന്തായാലും വല്ലാത്ത ഒരു കാഴ്ചയാണ് നമുക്ക് ഈ അന്തരീക്ഷം കാണുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം ആ ഉരുൾപൊട്ടി ഒലിച്ച പ്രദേശം കാണുക, അവിടെ നിന്നും വെള്ളം കുതിച്ച് താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ ഈ അപകടമുണ്ടായ അല്ലെങ്കിൽ ഉരുൾപൊട്ടലുണ്ടായ ആ മേഖല നമ്മൾ കൃത്യമായ രീതിയിൽ കാണിച്ചതാണ്. അതായത് അതിന്റെ അടുത്തുവരെ പോയി നമ്മൾ എവിടെയാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം എന്നുള്ളത് കാണിച്ചതാണ്. അതായിരുന്നു, അവിടെ നിന്നുമാണ് ഈ ഉരുൾ പൂർണ്ണമായും കുത്തിയൊലിച്ച് ഈ താഴേക്ക് പതിച്ച് ഇവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ഭാഗം, അതാണ് ആ മുസ്ലിം പള്ളി, അത് പൂർണ്ണമായും തകരുന്ന തരത്തിലേക്കാണ്. ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിലെ മണ്ണ് ഏതാണ്ട് ഇടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇതാ ഒരു വാഹനം തകർന്നു കിടക്കുന്നു. ആ തകർന്നു കിടക്കുന്ന വാഹനത്തെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ റോഡിലൂടെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയെ, റോഡാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. എന്തായാലും ചെളി നിറഞ്ഞ് ണ്ട്. പക്ഷേ ഇവിടേക്ക് വാഹനങ്ങൾ, ഈ രക്ഷാപ്രവർത്തകർക്ക് എത്താനുള്ള വാഹനങ്ങൾ എന്തായാലും ഇവിടേക്ക് നാളെ മുതൽ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു കൂറ്റൻ പാറ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു കൂറ്റൻ പാറ ആ മേഖലയിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് എല്ലാം തന്നെ ഉരുൾപൊട്ടലിൽ ഇരച്ചെത്തിയ പാറയാണ്. ഇതൊക്കെയാണ് ഈ മുണ്ടക്കൈ ടൗൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായ ഈ കേന്ദ്രത്തിന്റെ അവസ്ഥ. രക്ഷാപ്രവർത്തകർ ഘട്ടം ഘട്ടമായി ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ആ ഒരു കാഴ്ചയ്ക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇന്നത്തെ രക്ഷാപ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. മുനീഫ് തിരൂരിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.